ഇന്നത്തെ നമ്മുടെ യാത്ര ചിമ്നി റോക്ക് സ്റ്റേറ്റ് പാർക്കിലോട്ടാണ്. ഇവിടുത്തെ പാർക്സ് രണ്ട് തരത്തിലുണ്ട്, നാഷണൽ പാർക്സും സ്റ്റേറ്റ് പാർക്സും. ഗ്രാൻഡ് കാനിയോൺ, സ്മോക്കി മൗണ്ടൻസ് ഒക്കെ നാഷണൽ പാർക്സാണ്. ഇതൊക്കെ US ഫെഡറൽ ഗവൺമെൻറ് മാനേജ് ചെയ്യുന്നത്. സ്റ്റേറ്റ് പാർക്സ് മാനേജ് ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും. സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ നാഷണൽ പാർക്കിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും സ്റ്റേറ്റ് പാർക്സ്. ഇപ്പോൾ വിൻ്റർ സീസണാണ്, അത് കാരണം മരങ്ങളിലൊന്നും ഇലകളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 230 മൈൽസ് ഉണ്ടാവും, അതായത് ഒരു 370 കിലോമീറ്റേഴ്സ്. ഒരു 4-4.25 മണിക്കൂർ മതിയാവും. ഡ്രൈവിംഗ് എനിക്ക് പണ്ടുപോലെ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതുപോലത്തെ നല്ല റോഡുകളാണെങ്കിൽ പ്രത്യേകിച്ചും. സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുമ്പോഴോ വണ്ടി എടുത്തിറങ്ങി പാട്ടും കേട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് അല്ലേ. നീത്തും അപ്പൂസും വരുന്നതിന് മുമ്പ് ഇവിടെ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് വീക്കെൻഡ്സ് ആകുമ്പോൾ കാറെടുത്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തു ഒരു റെസ്റ്റ് ഏരിയയിൽ. ഈ റെസ്റ്റ് ഏരിയയുടെ സൈഡിലൊരു ട്രെയിലൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ ഫസ്റ്റ് സ്നോ വ്ളോഗ് എൻ്റെ ഫ്രണ്ട് ഉല്ലാസ് കണ്ടിട്ട് ചോദിച്ചിരുന്നു, റെസ്റ്റ് ഏരിയ നിൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലേ എന്ന്. നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആയിരിക്കും അവിടെ. ഒന്ന് ഇറങ്ങി റിലാക്സ് ചെയ്ത് ചുറ്റും നടന്ന് കണ്ട് മുഖം കഴുകി പിന്നെ ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഡ്രൈവ്സിന് പോകുമ്പോൾ പല റെസ്റ്റ് ഏരിയയിലും നിർത്താറുണ്ട്. ഡ്രൈവർ സ്പൾബറുമായുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. ഒരു പ്രത്യേകതരം സ്വഭാവത്തിന് ഉടമയാണ് ഇദ്ദേഹം. ഇടയ്ക്ക് എൻ്റെ ക്യാമറയിൽ നോക്കി ഓരോ ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ട്. കാറിനുള്ളിലെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് ഇദ്ദേഹത്തിന് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. വീണ്ടും ഗോഷ്ഠികൾ തുടർന്നപ്പോൾ ഞാൻ ക്യാമറ തിരിച്ചു. വഴിയിലധികം തിരക്കൊന്നുമില്ല. ഇന്ന് തന്നെ പോയി തിരിച്ചു വരാനാണ് പ്ലാൻ. മൊത്തം ഒരു 750 കിലോമീറ്റേഴ്സ് ഉണ്ട് ടു ആൻഡ് ഫ്രോ. പക്ഷെ റോഡ് ഇതുപോലെയും അധികം തിരക്കുമില്ലാത്ത കാരണം നല്ല സുഖമാണ് ഓടിക്കാൻ. അങ്ങനെ നമ്മൾ ചിമ്നി റോക്ക് സ്റ്റേറ്റ് പാർക്കിൻ്റെ എൻട്രൻസ് എത്തി. വണ്ടി പാർക്ക് ചെയ്ത് റോക്കിൻ്റെ ബേസിലോട്ട് നടക്കുകയാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് 2 രീതിയിൽ കയറാം. ഒന്ന് സ്റ്റെപ്സ് വഴിയും, അല്ലെങ്കിൽ പാറയുടെ ഉള്ളിൽ കൂടെ ഒരു ലിഫ്റ്റ് ഉണ്ട് അതുവഴി. നമുക്ക് ആദ്യം സ്റ്റെപ്സ് വഴി പോയി നോക്കാം. ഇതുപോലത്തെ സ്റ്റെപ്സാണ് മുകളിലോട്ട്, പാറയുടെ സൈഡിലൂടെ നല്ല സേഫായിട്ട് തോന്നുന്ന തരം സ്റ്റെപ്സ്. കാണുമ്പോൾ ഒരു ജയൻറ്റ് ചിമ്നിയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിന് ചിമ്നി റോക്ക് എന്ന പേര് വന്നത്. ഇവിടെ എത്തുമ്പോൾ 2 വഴിയുണ്ട് ചിമ്നിയിലോട്ട്. ഇത് കുറച്ച് വളഞ്ഞ വഴിയാണ്, എന്നാലും നമുക്കിതിലേ പോയി നോക്കാം. ചില സ്ഥലത്തൊക്കെ ഇതുപോലെ പാറകൾ വീണ് കിടക്കുന്നതിൻ്റെ ഇടയിലൂടെ ഉള്ള വഴികളാണ്. ഈ സ്റ്റെപ്സ് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ പാറയുടെ സൈഡിൽ കൂടെ അങ്ങനെ പോയി അവിടെ മുകളിൽ അതാ ചിമ്നി റോക്ക്. നമ്മളിപ്പോൾ ഏകദേശം മുകളിലെത്താറായി. ഇതുപോലത്തെ മൊത്തം 500 വുഡൻ സ്റ്റെപ്സ് ആണുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പാറകളും.
ഓരോ കുറച്ച് സ്റ്റെപ്സ് കഴിയുമ്പോഴും സൈഡിൽ നിന്ന് കാഴ്ചകൾ കാണാനായിട്ട് ഇതുപോലത്തെ വ്യൂ പോയിൻറ്റ്സും ഉണ്ട്. ഇപ്പം നമ്മൾ ചിമ്നി റോക്കിൻ്റെ മുകളിലാണ്. താഴെ നമ്മൾ നടന്നു വന്ന സ്റ്റെപ്സ് കാണാം. നമ്മൾ വരുന്ന വഴി കുറച്ച് പാറയുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ വന്നിരുന്നില്ലേ, ആ കാണുന്നതാണത്. അവിടെ ആ ബിൽഡിങ്സ് കാണുന്നത് റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒക്കെയാണ്. ചിമ്നി റോക്ക് വില്ലേജ് എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. നമ്മൾ കാറിൽ വരുമ്പോൾ ചിമ്നി റോക്ക് സ്റ്റേറ്റ് പാർക്ക് എന്നൊരു ബോർഡ് കണ്ടിരുന്നത് അവിടെയാണ്. ലൂസിയസ്, ഹിറം, അസഹൽ എന്നീ 3 ബ്രദേഴ്സാണ് ചിമ്നി റോക്കിൻ്റെ ഈ ഏരിയ ഫുള്ള് ഡെവലപ്പ് ചെയ്തത്. അവരെ ഓണർ ചെയ്യാനായിട്ടാണിത്. ആ അറ്റത്ത് കാണുന്ന ലേക്കിൻ്റെ പേര് ലേക്ക് ലിയോർ എന്നാണ്. അവിടെ ഒരു ഡാമും ഉണ്ട്. മരങ്ങളിലെ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഇതിനേക്കാൾ ഭംഗിയായിരിക്കും, സമ്മറിലും ഫോളിലും ഒക്കെ. എന്താ ഇതുപോലെ. കൊച്ചുകുട്ടികളും പട്ടികളും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അമേരിക്കൻ ഫ്ലാഗ് പ്രൗഢിയോടെ ആകാശത്ത് പറക്കുന്നു. ഇതിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റ് വഴിയും വരാമെന്ന് പറഞ്ഞതല്ലോ, ആ കാണുന്ന ബിൽഡിങ്ങിലോട്ടാണ് ലിഫ്റ്റ് വന്നിറങ്ങുക. ഇവിടെ നിന്ന് മുകളിലോട്ട് ഇനിയും സ്റ്റെപ്സ് ഉണ്ട്, നമുക്കത് പോയി നോക്കാം. നേരത്തെ കണ്ട സ്റ്റെപ്സ് കയറി ഞാൻ മുകളിലോട്ട് വന്നു. ഇവിടെ നിന്നാണ് ചിമ്നി റോക്കിൻ്റെ ബെസ്റ്റ് വ്യൂ. ഇവിടെ നിന്നുള്ള കാഴ്ച എനിക്ക് കണ്ടിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. ചിമ്നി റോക്കിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു ഈ സ്ഥലത്ത് നിന്ന്. അവിടെ നിന്ന് മുകളിലോട്ട് വരുന്ന വഴിക്ക് ഡെവിൾസ് ഹെഡ് എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടു. ആ ഒരു റോക്ക് ഒരു ഡെവിളിൻ്റെ ഹെഡ് പോലെയുണ്ട്. ചില പാറകളൊക്കെ നിൽക്കണണ്ട ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പിന്നെയും മുകളിലോട്ട് നടക്കുകയാണ്. നടക്കുന്ന വഴിയിലൊക്കെ നല്ല വൃത്തിയാട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരു പേപ്പറോ പ്ലാസ്റ്റിക് കഷ്ണമോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പല സ്ഥലത്തും ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്, അത് കാരണം ആരും അവിടെ ഇവിടെ ഇടുവില്ല. പാറയുടെ സൈഡിലൊക്കെ വെള്ളത്തിൻ്റെ ഉറ കാണാം. ഇപ്പം നമ്മൾ ആ മലയുടെ അത്യാവശ്യം മുകളിലെത്തി. ഇവിടെ നിന്ന് ചിമ്നി റോക്ക് താഴെ കാണാം. താഴെ പാർക്കിങ്ങിലോട്ടും. ഇനി തിരിച്ച് താഴോട്ടിറങ്ങാം. ഈ ചിമ്നി റോക്കിന് 500 മില്യൺ ഇയേഴ്സ് പഴക്കമുണ്ടെന്നാണ് പറയണേ. നീസ് കേവ് എന്ന് പറയുന്നത് ഒരു വലിയ റോക്ക് ഓഫ് മൗണ്ടൻ സ്ലൈഡ് ചെയ്ത് വന്നിട്ട് താഴെ പതിക്കുമ്പോൾ ഒരു ചെറിയ അതിൻ്റെ ഉള്ളിൽ
ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നീസ് കേവ് എന്ന് പറയുന്നത്. നൈസ് കേവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ബാറ്റ് ആക്ടിവിറ്റി കുറച്ച് കൂടിയ കാരണം ഇതിപ്പോൾ തൽക്കാലം അടച്ചിട്ടിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ നടന്ന് തിരിച്ച ആ എൻട്രൻസിന് അവിടെ എത്താറായി. ഇനി നമുക്ക് ലിഫ്റ്റ് വഴി ഒന്ന് പോയി നോക്കാം. ഇതാണ് ലിഫ്റ്റ് കയറാൻ പോകുന്ന വഴി. ഈ വലിയ പാറയായിട്ടുള്ള മൗണ്ടൻ തുരന്നെടുത്തിട്ടുള്ളതാണ്. ഫുള്ള് പാറകളായിട്ട് നീളത്തിലൊരു ടണൽ. ഈ ലിഫ്റ്റ് 1949 ബിൽഡ് ചെയ്തതാണ്. നേരത്തെ ചിമ്നി റോക്ക് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞ 3 ബ്രദേഴ്സിൽ ഹിറം മോർസ് എന്ന് പറഞ്ഞ ആളാണ് ഈ ലിഫ്റ്റ് ബിൽഡ് ചെയ്തത്. ഇവിടെ ഈ ലിഫ്റ്റ് പണിയുന്ന സമയത്ത് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ചിമ്നി റോക്കിൻ്റെ വിൻ്റർ സമയത്തുള്ള എൻട്രൻസ് ടിക്കറ്റ് ഫീസ് $10. അതിൽ ഈ ലിഫ്റ്റും ഇൻക്ലൂഡാണ്. സ്പ്രിംഗ്, സമ്മർ, ഫോൾ സമയത്തൊക്കെ ടിക്കറ്റ് പ്രൈസ് കുറച്ചും കൂടി കൂടുതലാണ്. ലിഫ്റ്റ് വന്നിറങ്ങുന്നത് ഈ സോവിനിയർ സ്റ്റോറിലോട്ടാണ്. ഇവിടെ ഒരു കഫേയും ഉണ്ട്. വാവ്, എന്താ സുഖം! ഒട്ടും കഷ്ടപ്പെടാതെ ലിഫ്റ്റ് കയറി ഇവിടെ എത്തി. അകത്തെ കഫേയിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ പുറത്തുണ്ട്. ഇനി നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് പ്രായമായി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വീൽ ചെയറിലുള്ളവർക്കൊക്കെ ഈ ചിമ്നി റോക്കിൻ്റെ മുകളിൽ വരെ വരാം. നമ്മുടെ വയനാട് എടക്കൽ കേവ്സിലൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടല്ലേ. ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴാണല്ലോ ഓരോ ഐഡിയാസ് വരിക. സ്കൈ ലോഞ്ച് എന്നാണ് ഇതിനെ പറയണത്. നമുക്ക് തിരിച്ച് ലിഫ്റ്റിൽ തന്നെ താഴോട്ട് പോവാം. ഇപ്പോൾ ലിഫ്റ്റിൽ താഴെ വന്നിറങ്ങി കുറച്ചപ്പുറത്തൊരു വാട്ടർഫാൾസ് ഉണ്ട്, അത് കാണാൻ പോവാം. ഇവിടെയും ചിമ്നി റോക്കിലോട്ട് പോയപ്പോൾ കണ്ട പോലത്തെ സ്റ്റെപ്സ് ഉണ്ട് താഴത്തോട്ട്. ഇത് വാട്ടർഫാൾസിലോട്ട് പോകുന്നൊരു ട്രെയിനിൽ ചെന്ന് ജോയിൻ ചെയ്യും. ഇതാണ് വാട്ടർഫാൾസിന് അവിടേക്കുള്ള ട്രെയിൽ. കുറച്ച് കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ദേ ആ വഴി നടന്നു പോകുന്നുണ്ട്. വിൻ്റർ സമയമായിരുന്നാണ് ഇത്ര ഓപ്പണായിട്ട് തോന്നുന്നത്. സമ്മറിൽ ഈ മരങ്ങളൊക്കെ ഇലകളായിട്ട് വേറൊരു ലുക്കായിരിക്കും. ഇപ്പോൾ പോകുന്ന വാട്ടർഫാൾസിൻ്റെ പേര് ഹിക്കറി നട്ട് ഫാൾസ് എന്നാണ്. ഈ വാട്ടർഫാൾസിലെ വെള്ളം നമ്മൾ മുകളിൽ നിന്ന് കണ്ട ലേക്ക് ലിയോറിൽ ചെന്ന് ജോയിൻ ചെയ്യും. എപ്പോഴൊക്കെയോ ലാൻഡ് സ്ലൈഡായി വന്ന പാറകളൊക്കെ കാണാം. ബാക്കി പാറ താഴോട്ട് പോയ വഴിയും കാണാം. അങ്ങനെ വാട്ടർഫാൾസ് എത്താറായി. ഇവിടെ കരടികളൊക്കെ ഇറങ്ങാറുണ്ടെന്ന്. അടിപൊളി. നടന്ന് തിരിച്ച് പാർക്കിംഗ് ലോട്ടിലെത്തി.
ഇന്നത്തെ ദിവസം ചിമ്നി റോക്കും വാട്ടർഫാൾസും എല്ലാം ചേർത്ത് ഒരു 7 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. മൊത്തം ഒരു 750 കിലോമീറ്റേഴ്സ് ഡ്രൈവും. അങ്ങനെ നല്ലൊരു ഇവൻറ്റ്ഫുൾ ദിവസമായിരുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ മലകളുടെ സൈഡിൽ കൂടെ ഉള്ള റോഡുകളൊക്കെ. ഇനി നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.